കുട്ടിയോ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. ഏതായാലും സ്കൂളിന്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഒരു കടുത്ത നടപടിയിലേക്കും കടന്നിട്ടില്ല. ഈ ചോദിക്കും നിങ്ങൾ തന്നെ ചോദിക്കും, ഒരു വിദ്യാർത്ഥിയുടെ അവകാശം ലംഘിച്ചപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇത് മാത്രമല്ല, ഇതൊരു സെന്റിമെന്റൽ ഇഷ്യൂ കൂടെയാണ്. ഇതിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അത് മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ പുറത്തുള്ള റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും ഉള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇനി അവർ ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി. എന്നാൽ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തെ ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കാം, അതിനും പ്രശ്നമല്ല. ഒത്തുതീർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ഒരു ശാന്തമായി പോകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെന്റ് അതിലിടപെടും. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല. അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ. അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല. അതിൽ നിന്ന് ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല. അല്ലാതെ ഒരു കടുത്ത നടപടിയിലെത്തിക്കും പോകുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ അതിലെന്താ വഷളാക്കിയത്? അതിലിപ്പോൾ അവർ പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് അവരോട് തന്നെ ചോദിക്കണം. നിങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങൾ പറഞ്ഞ തെറ്റായി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട്. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല. അത് തുടക്കത്തിലെ തന്നെ അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും. കുട്ടിയോ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. ഏതായാലും സ്കൂളിന്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല.